പറശ്ശിനിക്കടവ് വളവട്ടണം ബോട്ട് സർവീസ് പുനരാരംഭിച്ചു. കനത്ത മഴയെ തുടർന്ന് ബോട്ട് ടെർമിനലിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിർത്തിവെച്ച ബോട്ട് സർവീസ് ചൊവ്വാഴ്ച രാവിലെ മുതൽ പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിൽ ബോട്ട് ടെർമിനലിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറിയിരുന്നു. ഇതിനെ തുടർന്ന് ബോട്ട് സർവീസ് നിർത്തിവെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് വെള്ളം ഇറങ്ങിയത്. തുടർന്ന് ബോട്ട് സർവീസ് പുനരാരംഭിച്ചു എന്ന് ജലഗതാഗത വകുപ്പ് അധികൃതർ അറിയിച്ചു. പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ വെള്ളം കയറി സർവീസ് 2 ദിവസമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇതുമൂലം ഒരുപാട് ഇപ്പോൾ പറശ്ശിനിയിലേക്ക് വരുന്ന തീർത്ഥാടകർ, അതുപോലെ ഇവിടത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ എല്ലാവർക്കും ഒരുപാട് ഗുണകരമായ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സർവീസാണ് നിർത്തിവെക്കേണ്ടി വന്നത്. അത് ഇന്ന് രാവിലെ 6 മണി മുതൽ സർവീസ് പുനരാരംഭിച്ചിരിക്കുകയാണ്. ആളുകൾക്ക് നന്നായി ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ രാവിലെ 6 മണി മുതൽ 9:30 വരെ പറശ്ശിനിക്കടവ് കേന്ദ്രീകരിച്ച് ടൂറിസ്റ്റ് സർവീസും, രാവിലെ 9:30 വളപട്ടണത്തേക്കുള്ള ട്രിപ്പും, എന്നിട്ട് വളപട്ടണത്തിൽ നിന്ന് 10:30 തിരിച്ച് പറശ്ശിനിയിലേക്ക് വന്ന് പറശ്ശിനിയിൽ 11:30 മണിക്ക് എത്തുന്ന രീതിയിൽ രാവിലത്തെ ട്രിപ്പ്. അതുപോലെ ഉച്ചയ്ക്ക് 2 മണിക്ക് പറശ്ശിനിക്കടവിൽ നിന്നും വളപട്ടണത്തേക്ക് പോവുകയും അത് വളപട്ടണത്ത് 3 മണിക്ക് എത്തി 3 മണിക്ക് വളപട്ടണത്തിൽ നിന്ന് തിരിച്ച് പറശ്ശിനിയിലേക്ക് വരികയും ചെയ്യും. ഇങ്ങനെ 2 സർവീസ് ട്രിപ്പുകളാണുള്ളത്. ഈ പറശ്ശിനിക്കടവിൽ നിന്ന് വളപട്ടണം വരെ പോകുന്ന 1 മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ആകെ 40 രൂപ മാത്രമേ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നുള്ളൂ. വൺ സൈഡ് 40 രൂപ. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ യാത്രയ്ക്ക് ആകെ 80 രൂപ മാത്രം. അതുപോലെ ഇവിടെ ടൂറിസ്റ്റ് സർവീസ്, മറ്റ് സമയങ്ങളിൽ ഞങ്ങൾ കൊടുക്കുന്ന ടൂറിസ്റ്റ് സർവീസ് അരമണിക്കൂർ ഇവിടെ ചുറ്റി സഞ്ചരിക്കുന്നതിന് ഒരാൾക്ക് 40 രൂപ മാത്രമേ ഉള്ളൂ. അതുകൂടാതെ 100 പേരെ കപ്പാസിറ്റിയുള്ള 100 പേരെ കൊള്ളാൻ കപ്പാസിറ്റിയുള്ള കറ്റമറൈൻ എന്ന് പറയുന്ന ടൈപ്പ് ബോട്ടാണിത്. ബോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഷിപ്പിംഗ് അനുസരിച്ച് IRS റൂൾസ് അനുസരിച്ച് ഉണ്ടാക്കിയ ബോട്ടാണ് ഇത്. കടലിലൂടെ 5 ദിവസം ഓടിയിട്ടാണ് അത് എറണാകുളത്ത് കണ്ണൂർ എത്തിയത്. അപ്പോൾ അത്രയും കപ്പാസിറ്റിയുള്ള ബോട്ടാണ്. 100 ആളാണ് അതിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി ആയിട്ട് അനുവദിച്ചിട്ടുള്ളത്. കറ്റമറൈൻ ബോട്ടായതുകൊണ്ട് തന്നെ ഒരു ചെയ്യുന്ന വിഷയമില്ല. നല്ല ടൂറിസ്റ്റ് ബോട്ട്. ഈ ടൂറിസ്റ്റ് ബോട്ട് തന്നെയാണ് ഇപ്പോൾ യാത്രാ ബോട്ടായിട്ടും തൽക്കാലം ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും നല്ല ഗുണകരമായ രീതിയിൽ സർവീസ് കൊടുക്കാൻ ഇപ്പോൾ സംസ്ഥാന ജലഗതാഗത വകുപ്പിന് സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ ബോട്ട് 1 മണിക്കൂറിന് 2000 രൂപയ്ക്ക് നമ്മൾ വാടക എന്ന വിധത്തിൽ, അതായത് സ്പെഷ്യൽ ട്രിപ്പായിട്ട് അനുവദിക്കാറുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടത്തുന്നതിന് 1 മണിക്കൂർ 2000, 2 മണിക്കൂറാണെങ്കിൽ 4000 രൂപ അങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ട്രിപ്പിനും കൊടുക്കാറുണ്ട്.